ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 4-ാം വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യരെയും നിന്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ നൽകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. കർത്താവ് ഇവിടെ നമ്മളോട് വ്യക്തമായിട്ട് പറയുകയാണ്, നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്, ഏറ്റവും ബഹുമാന്യനാണ്, ഏറ്റവും പ്രിയങ്കരനാണ്, ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മളുടെ മനസ്സിലിരിപ്പ് എന്താണ്? നമ്മൾ കർത്താവ് നമ്മളെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പ്രാർത്ഥിച്ച കിട്ടുമായിരിക്കും, കർത്താവിന് അവരൊക്കെ പ്രാർത്ഥിച്ച കിട്ടും, ഞാൻ പ്രാർത്ഥിച്ച കിട്ടാൻ വഴിയില്ല, പിന്നെ എന്നിൽ കുറേ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല. കർത്താവിനെ കുറിച്ച് തന്നെ നമ്മളിങ്ങനെ അധപതിച്ച് ചിന്തിക്കും. അതിൻ്റെ കാരണം ഇരിക്കുന്നത് നമ്മളുടെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള മുറിവുകളാണ്. ശക്തമായിട്ടുള്ള ആന്തരിക മുറിവുകളും ശക്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിച്ച വില കുറഞ്ഞ വാക്കുകളും പാഴ്വചനങ്ങളും നമ്മളുടെ തന്നെ വ്യക്തിത്വത്തെ ദൈവീക വിശ്വാസത്തിൽ നിന്ന് പിൻവലിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിശ്വാസത്തിൽ നിന്ന് ഒരു നീതിമാൻ വിശ്വാസത്തിലൂടെ സകലതും അവന് ലഭിക്കും. ഗലാത്യയുടെ പുസ്തകം 3:11 കാണാം, നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു. എന്നാൽ ഈ ഒരു വിശ്വാസം നമുക്ക് ലഭിക്കാതിരിക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വലിയൊരു പൈശാചികമായ അധികാരമാണ് നമ്മളുടെ മുറിവുകളുടെ മേൽ ഉള്ളത്. അതുകൊണ്ട് അത് ആദ്യം തന്നെ എടുത്തു കളയണം. നമ്മുടെ വ്യക്തിത്വത്തെ നല്ലൊരു വ്യക്തിത്വമാക്കി മാറ്റണം. എന്തിന്? കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകാൻ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എത്ര പ്രാവശ്യം നമ്മുടെ മേൽ വന്നാലും, പരിശുദ്ധാത്മാവിൻ്റെ എത്ര അനോയിൻറ്റി നമുക്കുണ്ടായാലും, കർത്താവ് നമ്മളോട് എത്ര പ്രാവശ്യം നീ എനിക്ക് വിലപ്പെട്ടനും ബഹുമാനനും പ്രിയങ്കരനാണെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ചിന്തിക്കും, അങ്ങനെയൊന്നും കിട്ടാൻ വഴിയില്ല, അങ്ങനെയൊന്നും നടക്കാൻ വഴിയില്ല, ഞാൻ പരിശ്രമിച്ച ശരിയാവില്ല, വിശുദ്ധർക്കൊക്കെ പലതും സംഭവിക്കും, അവർക്ക് അതൊക്കെ പറ്റുമായിരിക്കും, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ചിന്തിക്കാൻ, നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു വലിയ കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ ബോധമനസ്സിലുള്ള നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നുള്ളൊരു ചിന്ത വലിയ സൈഡ് എഫക്റ്റാണ് നമ്മളിൽ വരുത്തുക. അതുകൊണ്ട് നമ്മൾ തന്നെ അറിയണം. വേറെ ആരെങ്കിലും വന്ന് നമ്മളെ സുഖപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. നമ്മൾ തന്നെ നമ്മളോട് പറയണം. എന്ത് പറയണമെന്ന് അറിയാമോ? നീ എനിക്ക് വിലപ്പെട്ടനും ബഹുമാനനും പ്രിയങ്കരനുമാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് എന്താ അവിടെ പറഞ്ഞ വചനം? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ കർത്താവിൻ്റെ പ്രിയപുത്രൻ, പ്രിയപുത്രി, എൻ്റെ ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ്. നമ്മൾ ഇന്ന് അറിയേണ്ട വലിയൊരു കാര്യം, നമ്മളുടെ ആന്തരിക മുറിവുകൾ, അതായത് നമ്മുടെ ചെറുപ്പത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് എങ്ങനെയാണ്? ഈ കുഞ്ഞിന് കളറില്ല, ഈ കുഞ്ഞിന് ആരോഗ്യമില്ല, ഈ കുഞ്ഞിനെ കാണാൻ ഭംഗിയില്ല, ഈ കുഞ്ഞിന് കഴിവില്ല, ഈ കുഞ്ഞിന് അവരുടെ അത്ര ബുദ്ധിയില്ല, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേട്ട് കാണും. അതങ്ങനെ അന്ന് കഴിഞ്ഞു, ആ സബ്ജക്റ്റ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴെന്താ നമ്മുടെ പ്രശ്നം? കർത്താവ് നമ്മളോട് പറയുകയാണ്, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്ന് പറഞ്ഞാലും വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. നീ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പരിശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം കയറി വരും. എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുപ്പം മുതൽ എന്തൊക്കെ ആന്തരിക മുറിവ് ഉണ്ടായിട്ടുണ്ടോ, അതായത് ഇതിനെ ഒന്നിനും കൊള്ളുകയില്ല, ഇതിന് കഴിവില്ല, ഇതിന് പഠിക്കാൻ ബുദ്ധിയില്ല, ഇതിനെ കാണാൻ ഭംഗിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും, കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നടക്കാൻ വഴിയില്ല, കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വഴിയില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ശരിക്കും കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് വിശ്വസിച്ചാൽ നമ്മളിൽ അത് സംഭവിക്കും. തീർച്ചയായിട്ടും 100% വിശ്വസിക്കുന്നത് എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതാണ് നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എന്നാൽ ഇത് വിശ്വസിക്കാനാവാത്ത വിധം നമ്മളിൽ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നമ്മളിൽ തന്നെ നമ്മൾ ഒന്നിനും കൊള്ളുകയില്ല,
ഞാൻ വിശ്വസിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് നടക്കില്ല. വലിയ വിശ്വാസത്തിന് വലിയ തടസ്സമാണ് നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ഈ ഒരു നെഗറ്റീവ് തോട്ട്സ്, ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. നമ്മളിൽ തന്നെയുള്ള വലിയ ആത്മീയതയിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റാത്ത വിധം നമ്മളെ വലിക്കുന്നതാണ് എന്ത്? ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പിതാവ് നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. വചനത്തിലൂടെ കർത്താവ് ഇങ്ങനെ പറയും. സങ്കീർത്തനം 103:11, ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുത്തെ കാരുണ്യം. പിതാവിന് മക്കളോടെന്ന പോലെ അവിടുന്ന് നമ്മളോട് കാരുണ്യം കാണിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കും, കരുണയാകണേ തമ്പുരാനെ, കരുണയാകണേ തമ്പുരാനെ. കർത്താവ് പറയാൻ, എൻ്റെ കരുണയെക്കുറിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല, അത്രയും വലിയ കരുണയാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളത്. പക്ഷെ ഇത് വിശ്വസിക്കാത്തവന് ലഭിക്കില്ല. അതുപോലെ തന്നെ റോമക്കാരുടെ പുസ്തകം 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ സമസ്തവും നൽകാതിരിക്കുമോ? അത്രയും സ്വന്തം പുത്രനെ നമുക്ക് അവിടെ നിന്ന് ഏൽപ്പിച്ചു തന്നു എന്ന് കർത്താവ് പറയാം. എന്നാലും നമ്മുടെ തലയിൽ ഇങ്ങനെ തോന്നും, കിട്ടാൻ വഴിയില്ല, അവർക്ക് കിട്ടുമായിരിക്കും, നമുക്ക് കിട്ടുകയില്ല. നമ്മൾ വിശ്വസിച്ചാൽ അത് സംഭവിക്കും. എന്നാൽ വിശ്വസിക്കാതിരിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഈ ആന്തരിക മുറിവുകൾ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മളിൽ നിന്ന് ഉയർന്നു വരും. വിശ്വസിക്കാത്തടത്തോളം നമുക്കൊന്നും സംഭവിക്കില്ല. ലൂക്കായുടെ 11-ാം നമുക്ക് കാണാം, എൻ്റെ മക്കൾ എന്നോടൊപ്പം കിടക്കയില്ല. ഗലാത്യ 4:6 നമുക്ക് കാണാം, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളാണ്. ഇതാ നിങ്ങൾക്ക് പുത്രത്വം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഞാൻ പിതാവിൻ്റെ പുത്രനാണ്, പുത്രിയാണെന്ന് വിശ്വസിക്കാനാവാത്ത വിധം എന്താണ് പ്രധാനപ്പെട്ട ഒരു തടസ്സം? അതാണ് ഞാൻ പറഞ്ഞത്, നീ എനിക്ക് വിലപ്പെട്ടനും ബഹുമാനനും പ്രിയങ്കരനുമാണെന്ന് വേറെ ആരോടല്ല, നമ്മളോട് തന്നെ ഒരു 100,000 പ്രാവശ്യം നമ്മളോട് തന്നെ ഇരുന്ന് പറയുക. അപ്പോൾ നമുക്ക് തന്നെ ആ വചനത്തിൻ്റെ അനന്തശക്തിയാൽ ഒരു ഹീലിംഗ് കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുത്രിയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇത് എന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ കർത്താവിൻ്റെ മനസ്സിലുണ്ട്. നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് നമുക്ക് തന്നെ തോന്നും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും, ഒന്നും നടക്കാൻ വഴിയില്ല, ഒന്നും കിട്ടാൻ. ദൈവം സകലതും നമുക്ക് നൽകിയിരിക്കുകയാണ്. പിന്നെ എന്താ നമ്മെ പുറകോട്ട് വലിക്കുന്നതെന്ന് അറിയാമോ? നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ ആന്തരിക മുറിവുകളും നമ്മളുടെ ഉള്ള പാപവും നമ്മളങ്ങ് പുറകോട്ട് വലിക്കും. ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം നമ്മളിൽ വ്യക്തമായിട്ട് വരാൻ തടസ്സം നിൽക്കുന്ന ഒന്നാണ് നമ്മളിൽ തന്നെയുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മളിൽ തന്നെയുള്ള ആന്തരിക മുറിവുകൾ. ഒന്നിനും കൊള്ളുകയില്ല, ഇതിന് പഠിക്കാൻ കഴിവില്ല, ഇതിന് ബുദ്ധിയില്ല, ഇതിനെ കാണാൻ ഭംഗിയില്ല, ഇതിന് ആരോഗ്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പം മുതലേ നമ്മൾ കേട്ടത് അവിടെ കിടപ്പുണ്ടായിരിക്കും. അതിൻ്റെ ഫ്രൂട്ടാണ് ഇതെല്ലാം. എന്ത്? വിശ്വാസമില്ലായ്മ. അതിൻ്റെ ഫ്രൂട്ടാണ് ഡിപ്രഷൻ. അതിൻ്റെ ഫ്രൂട്ടാണ് പ്രത്യാശയില്ലാത്ത നമ്മുടെ ആന്തരിമുറിവിൻ്റെ ഒരു ഫലങ്ങളാണ് ഇതെല്ലാം. വിശ്വാസമില്ലായ്മ, പ്രത്യാശയില്ലായ്മ, സ്നേഹമില്ലായ്മ, ഇതെല്ലാം ഇതിൻ്റെ ഫലങ്ങളാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മളോട് തന്നെ നമ്മൾ പറയണം, നീ എനിക്ക് വിലപ്പെട്ടനും ബഹുമാനനും പ്രിയങ്കരനുമായതുകൊണ്ട് ഞാൻ നിനക്ക് പകരമായ മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായ ജനതകളെയും നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 24 hours എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന എന്തോ എനിക്ക് ലഭിക്കുന്ന വിശ്വസിക്കുന്നു, ലഭിക്കുക തന്നെ ചെയ്യും. ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം എനിക്ക് എല്ലാം നൽകുന്നു. ഇതാ എന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ കർത്താവിൻ്റെ മനസ്സിലുണ്ട്, നാശത്തിനല്ല ക്ഷേമത്തിനാണ്. യശയ്യായുടെ പുസ്തകം 49:15 കർത്താവ് പറഞ്ഞിരിക്കുന്നു, പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ മറക്കുകയില്ല. ഞാൻ നിന്നെ മടിയിലിരുത്തി ലാളിക്ക് എളിയിലിരുത്തി കൊണ്ടു നടക്കും. യശയ്യാ 66 കാണാം. കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശക്തമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ എന്നൊരു ബോധ്യം നമുക്ക് വരണമെങ്കിൽ നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരണം. എന്ത് കോൺഫിഡൻസ് ആണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിന് വിലപ്പെട്ടനും ബഹുമാനനും പ്രിയങ്കരനുമാണെന്നുള്ളൊരു കോൺഫിഡൻസ് വരണം. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും,
എനിക്ക് കിട്ടാൻ വഴിയില്ല, അവർക്കൊക്കെ കിട്ടുമായിരിക്കും. എനിക്ക് അത് ഞാൻ ചോദിച്ച് നടക്കാൻ വഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ എനിക്ക് പ്രസൻസ് ഒന്നും കാണാനില്ല. അത് ഇനിയിപ്പോൾ കിട്ടാൻ വഴിയില്ല. അല്ലെങ്കിൽ അവരൊക്കെ വലിയ പ്രവാചകന്മാരെ, നമുക്കൊന്നും നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നറിയോ? ചെറുപ്പത്തിലെ നിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ആന്തരികമായി നിന്നെ മുറിപ്പെടുത്തുന്ന, മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വാക്കുകൾ. ഞാൻ പറയട്ടെ, എത്ര കറുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾ അവരോട് പറഞ്ഞു, ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് യു ആർ വെരി ടാലൻറ്റഡ് ബോയ്, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് വളർത്തി വയ്ക്കുക. അവൻ എത്ര ഭംഗിയില്ലല്ലോ, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും ഞാൻ വലിയ സംഭവമാണ്. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം. അതുപോലെ ആന്തരികമായി മുറിപ്പെടുത്തുന്ന വാക്കുകൾ. നീ വിലപ്പെട്ടതല്ല, അമൂല്യനല്ല, ബഹുമാന്യനല്ല എന്ന് മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് വന്നിട്ടുള്ള വാക്കുകൾ, ഇത് നമ്മളിൽ നിന്ന് എടുത്തു കളയണം. എടുത്തു കളയുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനത്താലാണ്. വചനം ദൈവമാണ്, വചനം വെളിച്ചമാണ്, വചനം സുഖപ്പെടുത്തുന്നു, വചനത്തിലൂടെ സകലതും സംഭവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഇന്ന് നമ്മളിതാണ് ധ്യാനിക്കുന്നത്. നമ്മളിൽ തന്നെ, നമ്മളോട് തന്നെ നമ്മൾ പറയണം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കനും. നീ എനിക്ക് വിലപ്പെട്ടവൻ, ബഹുമാന്യൻ, നീ എനിക്ക് പ്രിയപ്പെട്ടത്. നമ്മുടെ മക്കളോടുള്ള ഒരു സ്നേഹമില്ലേ, അതാണ് കർത്താവ് പറയുന്നത്. ബഹുമാന്യൻ, പ്രിയപ്പെട്ടത്, ബഹുമാന്യൻ, പ്രിയങ്കരൻ, മോസ്റ്റ് ലവിങ് പേഴ്സൺ. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നും, ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പിതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, കർത്താവിൻ്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ് പറയുകയാണ്, നിങ്ങൾ കഥ കടച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കുക, പിതാവിൻ്റെ അടുത്തൊന്നും പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല, സ്വർഗം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സംഭവമാണ്, നമുക്കതിനകത്തൊന്നും പ്രവേശിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, നമുക്ക് ഈ താഴെ വല്ലയിടത്തും നിൽക്കാം. ഇതെവിടെ നിന്ന് ഈ തോട്ട് വരുന്നതെന്നറിയോ? ആന്തരിക മുറിപ്പെടുത്തുന്ന വാക്കുകൾ. വിലയില്ല, ബഹുമാന്യനല്ല, പ്രിയപ്പെട്ടതല്ല എന്ന് നമ്മളോട് തന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മളിൽ നിന്ന് ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കും. വിശ്വാസക്കുറവെന്ന, ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള, നമ്മളിൽ തന്നെ നമ്മൾ വിശ്വസിക്കാനാവാത്ത വിധം തകർക്കപ്പെടുന്ന ഒരു ആത്മീയതയിലേക്ക് നമ്മൾ തന്നെ വരും. ശരിക്കും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ സകലതും സംഭവിക്കും. എന്നാൽ അതിലേക്ക് വരാത്ത വിധം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിലേക്കെല്ലാം വരാൻ പറ്റാത്ത വിധം ഒരു വിശ്വാസക്കുറവ് നമ്മളിൽ തന്നെ വരുന്നു. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വിശ്വാസക്കുറവാണ്. നമ്മുടെ മക്കൾ നമ്മളെ വിശ്വസിക്കാത്തതല്ലേ ഏറ്റവും വലിയ വിഷമം. ഭാര്യ ഭർത്താവിന് വിശ്വസിക്കാത്തതല്ലേ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ വിഷമം. എല്ലാവർക്കും ആ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വലിയ മുറിവാണ്. അതാണ് ദൈവത്തിന് നമ്മളിൽ നിന്നുള്ള ഒരു വലിയ വേദന. നിങ്ങൾക്കെന്നെ വിശ്വാസമില്ല. നമുക്ക് ദൈവത്തെ വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ ആന്തരിക മുറിവുകളാണ്. അതെടുത്തു കളയണം. നമ്മളോട് തന്നെ നമ്മൾ പറയണം. നമ്മുടെ ചെറുപ്പത്തിലെയും നമ്മുടെ ഇപ്പോഴത്തെ എല്ലാം ജീവിതത്തിലുള്ള വിലയില്ല എന്ന് തോന്നിയിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും ദൈവത്തിന് മുന്നിൽ എടുത്തു വെച്ചിട്ട്, നീ എനിക്ക് വിലപ്പെട്ടനും ബഹുമാനനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെ ഞാൻ നൽകുന്നു എന്ന് നമ്മുടെ ആത്മാവിനോട് തന്നെ നമ്മൾ പറഞ്ഞ് ശക്തനും തീർണമായൊരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറും. ഞങ്ങൾ നടത്തുന്ന ഒരു സൂം പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കാണാം. ആ സൂം പ്രാർത്ഥനയിൽ നടക്കുന്ന ഈ വചനത്തിൻ്റെ അനന്ത ശക്തിയാൽ നടക്കുന്ന രോഗസൗഖ്യങ്ങളുടെ ഒരു സാക്ഷ്യം കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ വിശ്വാസം വരുത്തും. വചനത്താൽ രോഗങ്ങൾ സുഖപ്പെടും, വചനത്താൽ ആന്തരിക മുറിവുകൾ സുഖപ്പെടും, വചനത്താൽ പൈശാചിക ശക്തിയിൽ വിട്ടുപോകുന്നു. നമുക്ക് തന്നെ ഒരു വിശ്വാസം വരും. ഇപ്പോൾ ഒരു വലിയ സാക്ഷ്യം നമുക്ക് കാണാം. യേശുമിശിഹായ്ക്ക് സ്തുതി. എൻ്റെ പേര് വിനിത ജോസഫ്. ഈ ഒരു പ്രെയർ ഗ്രൂപ്പിൽ ഞാൻ 2.5 വർഷത്തിൽ കൂടുതലായി ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് 15 വർഷത്തിൽ കൂടുതലായി ഉണ്ടായിരുന്ന ഹൈപ്പോതൈറോയിഡിസം, 9 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന ഫൈബ്രോമയാൽജിയ, ഈ 2 അസുഖങ്ങളും എനിക്ക് ഗ്രൂപ്പിലൂടെ പ്രാർത്ഥിച്ചതിലൂടെ എനിക്ക് മാറിക്കിട്ടെ. ഞാൻ ഹൈപ്പോതൈറോയിഡിസത്തിന് അതിന് വേണ്ടിയിട്ട് ഞാൻ 125 ഡോസേജുള്ള ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്.
സിസ്റ്റർ ഇങ്ങനെ മെസ്സേജിൽ പറഞ്ഞു തൈറോയ്ഡ് പ്രശ്നമുള്ള വ്യക്തിയെ ഈശോ തൊടുന്നു എന്നുള്ള. അതിനുശേഷം എൻ്റെ ആ ഒരു അസുഖം സുഖപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ ഫൈബ്രോമയാൾജിയ, എനിക്ക് ശരീരം മുഴുവനും വലിയ പെയിനായിരുന്നു. ദിവസം മുഴുവനും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. രാത്രികാലങ്ങളിൽ എനിക്ക് പെയിൻ മൂലം ഉറങ്ങാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല. ആ ഒരു ന്യൂറോ പെയിൻ കില്ലേഴ്സാണ് ഇതിന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഗുളിക കഴിച്ചതുകൊണ്ട് യാതൊരു മാറ്റവും എനിക്കുണ്ടായിരുന്നില്ല. ആ രസം മാറില്ല, കൺട്രോൾ ചെയ്ത് പോകാനേ പറ്റുള്ളൂ എന്നാണ് ന്യൂറോ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ആ ഒരു അസുഖവും ഈശോ എനിക്ക് മാറ്റി തന്നു. അതുപോലെ തന്നെ എനിക്ക് ചെറുപ്പം മുതൽ വളരെ ഭയവും കോൺഫിഡൻസ് ഇല്ലായ്മയും ഉണ്ടായിരുന്നു. ആർക്കും എന്നെ വേണ്ട എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ്, അങ്ങനെയൊക്കെ ഈ ഒരു ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കുകയായിരുന്നു. ഏഷ്യ 43:4 നീ എനിക്ക് പ്രിയപ്പെട്ടവളും ബഹുമാനിയും പ്രിയങ്കരിയുമാണ്. ഈ ഒരു വചനം എന്നെ വല്ലാതെ ഞാനെപ്പോഴും ഈ ഒരു വചനം എപ്പോഴും നീ എനിക്ക് വിലപ്പെട്ടവളും പ്രിയങ്കരിയും ബഹുമാനിയുമാണെന്നുള്ള ആ ഒരു വചനം ഞാനെപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും ഈശോൻ്റെ ഒരു വിലയേറിയ മുത്താണ് എന്നുള്ളൊരു ബോധ്യം ഈശോ എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് തരികയും തന്മൂലം എനിക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എന്നിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്നതിനെ ഓർത്ത് ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു.